കുറച്ച് മുൻപ് ബൺ മസ്കയുടെ ഒരു സീസൺ തന്നെയായിരുന്നില്ലേ? എല്ലാ ഷോർട്സിലായാലും പിന്നെ റീൽസിലായാലും ഒക്കെ ബൺ മസ്കയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാനും പറ്റില്ല, ഇപ്പോഴും ട്രൈ ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ. പക്ഷേ എനിക്കിത് അത്ര അങ്ങോട്ട് സെറ്റായില്ല. ഇറാനി ചായയുടെ കൂട്ടില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഒരുപാട് മധുരം ഉള്ളതുപോലെയാണ് തോന്നിയത്. കുട്ടികൾക്ക് തന്നെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മക്കൾക്ക് രണ്ടുപേർക്കും വലിയ ഇഷ്ടപ്പെട്ടു. അവർ നോർമൽ ചായ കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയത്, അതിൽ മുക്കിയിട്ടും അല്ലാതെയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇടയ്ക്ക് ഉണ്ടാക്കി തരാനും പറയാറുണ്ട്. ഇപ്പോഴും ബൺ മസ്ക ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടോ? അത്രയ്ക്കധികം ട്രെൻഡിങ് ആയിരുന്നു ആ സമയത്ത് ബൺ മസ്ക. എറണാകുളത്ത് ഉണ്ടായിരുന്ന ആ ബൺ മസ്ക ട്രെൻഡിങ് ഉണ്ടാക്കിയവരില്ലേ, അവരുടെ അടുത്തുനിന്നൊന്ന് കഴിച്ചു നോക്കണം എന്നുള്ളതും ഒരാഗ്രഹം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ബട്ടറും ഷുഗർ പൗഡറും അതുപോലെ മിൽക്ക് മെയ്ഡും കൂടി നന്നായി ബീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും തോന്നുന്നു. ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തത്. കുറച്ച് അധികം സമയം എടുത്തു അത് നന്നായി ഒന്ന് മിക്സ് ആയിട്ട് വരാൻ. പിന്നെ ടോസ്റ്റ് ചെയ്ത ബണ്ണിലേക്ക് തേച്ച് കൊടുത്തു. ഇങ്ങനെയെല്ലാം സ്പ്രെഡാക്കി കൊടുത്തു. പിന്നെ ചായയുടെ കൂടെ മുക്കി കഴിച്ചു. ഇറാനി ചായ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ നോക്കുകയൊക്കെ ചെയ്തു, പക്ഷേ എനിക്കത് ഉണ്ടാക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ഇപ്പോഴും എല്ലാവരും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ.